കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 പേരുടെ തലയിൽ ഇരുമ്പ് തൂൺ വീണ് പരിക്ക്. സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് തൂൺ താഴേക്ക് പതിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ലക്ഷ്മി പത്മ, 9:40 ഈ അപകടം ഇവിടെ ഉണ്ടാകുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നൈ മെയിൽ കടന്നു വരികയാണ്. ചെന്നൈ മെയിൽ ഇവിടേക്ക് വരുമ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ ആളുകൾ കൂടുതലായി നിൽക്കുന്ന ഒരു ഭാഗം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളൊന്ന് പാൻ ചെയ്ത ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി. ഇവിടെ നിന്ന് വലിയൊരു ഇരുമ്പ് തൂൺ ട്രെയിനിൽ കയറാൻ, തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറാൻ നിന്ന സ്ത്രീയുടെ തലയിലേക്കും തൊട്ടടുത്ത് നിന്നൊരു പുരുഷന്റെ തലയിലേക്കുമാണ് വീണത്. ഇത് കണ്ട ദൃസാക്ഷി ഇവിടെ തന്നെ ഉണ്ട്. എന്തായിരുന്നു നിങ്ങൾ അന്നേരം കണ്ടത്? എന്തായിരുന്നു? നമ്മളെ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ജോലിക്ക് വന്നതാണ്. വണ്ടി വന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഈ ഉയരത്തിന് മേലിൽ കമ്പി വന്ന് തെറിച്ച് വന്ന് വീണ് അവർ ഈ വന്ന് യാത്ര വന്ന് ഇറങ്ങിയ തലയ്ക്ക് വന്ന് വീണ് തല പൊട്ടി. അവർ മറ്റാൾ പോകാൻ വീണ് ആ സ്ത്രീയുടെ ഉച്ചി ഇങ്ങനെ മൊത്തം പൊട്ടി. അവരവിടെ ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ അവരെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കിയത്. അത് 3-4 സാറന്മാർ ഉദ്യോഗസ്ഥരെല്ലാം വന്ന് പൊക്കിയെല്ലാം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസ് വിളിച്ച് കിട്ടിയില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ബ്ലഡാണ് കിടക്കുന്നത്. ലക്ഷ്മിപത്മ, ഇതാണ് അതായത് ഇവിടെ ആൾക്കാർ കൂടുതലായി നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇത്ര വലിയ സുരക്ഷാ വീഴ്ച റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് കാണാം, മുകളിൽ നെറ്റൊക്കെ നിരത്തിയ ശേഷമാണ് സാധാരണ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ നെറ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടന്നു വരുന്നത്. അതും യാത്രക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പേര് വിവരങ്ങൾ, ഒരു സ്ത്രീക്കും ഒരു പുരുഷനുമാണ് പരിക്കേറ്റുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് കാണാം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ, ഒന്ന് പാൻ ചെയ്ത് കാണിക്കാം, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അപകടം ഇവിടെ ഉണ്ടാകുന്നതും. വലിയ രീതിയിലേക്ക് ഈ ഒരു അപകടം അവരുടെ തലയ്ക്ക് മുകളിലേക്ക് ഇരുമ്പ് തൂണ് വന്ന് വീഴുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി. ഇരുമ്പ് തൂണുകൾ നമുക്ക് ഒന്ന് കാണാം. അതാണ്ട് ഇതുവഴി വന്നാൽ ഇരുമ്പ് തൂണുകൾ നമുക്കൊന്ന് കാണാം. ഇതിന് തൊട്ട അകത്തായിട്ടാണ് ഇരുമ്പ് തൂണുകൾ കാണുന്നത്. ഈ ഇരുമ്പ് തൂണുകളാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയും ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടം ആണ് ഇവിടെ ഉണ്ടായത്. 2 പേർക്ക് പരിക്കേറ്റു. അതും ഒരു സ്ത്രീക്ക് ആ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ലക്ഷ്മി പത്മ ഉണ്ടായിരിക്കുന്നത്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ടോ? അവരുടെ പേര് വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? ഈ വലിയ ഇരുമ്പ് തൂണുകളാണല്ലോ വീണിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥിതി എന്താണ്? പരിക്കേറ്റവർ ഏതാണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകി. എന്തായാലും പേര് വിവരങ്ങൾ അവർ ഓർമ്മയുള്ളൊരു സ്ഥിതിയല്ല. അവർ അബോധാവസ്ഥയിലാണ് 2 പേർ. ഇവരുടെ ID കാർഡും മറ്റ് വിവരങ്ങളും ഒക്കെ തന്നെ റെയിൽവേ പോലീസ് ഇപ്പോൾ അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് ആരാണ് ഈ അപകടത്തിൽ പെട്ടത്, അവർ യാത്രക്കാരാണ്. പക്ഷേ അവരെ തിരിച്ചറിയാൻ കഴിയുന്ന രേഖകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ വേണം. കൂടുതൽ കമ്പി ഈ ഭാഗത്തേക്ക് തെറിച്ച് വീണിരുന്നുവെങ്കിൽ അത്രത്തോളം യാത്രക്കാർ രാവിലെ ഓഫീസുകളിലും മറ്റും പോകാൻ നിന്ന് അത്രത്തോളം യാത്രക്കാർ നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഈ സുരക്ഷാ വീഴ്ച റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. നമുക്കറിയാം, റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ ഈ വലിയ സുരക്ഷാ വീഴ്ചയിൽ? ഇതുവരെ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ട് റെയിൽവേ പോലീസ് മാത്രമാണ് ഇപ്പോൾ ഈ സംഭവം, മാധ്യമങ്ങൾ നമ്മളിവിടെ എത്തിയ ശേഷം റെയിൽവേ പോലീസ് മാത്രമാണ് ഇവിടെ വന്ന് വിവരങ്ങൾ ആരാഞ്ഞത്. അതുവരെ ഇവർ ഈ വിഷയം, ഈ സംഭവം മറച്ചു വെക്കുകയായിരുന്നു. ഇത്ര വലിയൊരു അപകടം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ട് അവർ അത് മറച്ചു വെച്ച് നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം നമുക്ക് കാണാം, ആ ചോര നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ ചോര തളം കെട്ടി അവിടെ കിടപ്പുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അവിടെ നമ്മൾ ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഈ
ചോര തളം കെട്ടി കിടക്കുന്നത്. അതൊരു റെയിൽവേ യാത്രക്കാരൻ്റെ മുകളിലേക്ക് ഒരു കമ്പി വീണ് പരിക്കേറ്റു, നിസ്സാരമായി പരിക്കേറ്റു എന്നാണ് റെയിൽവേ ആദ്യം നൽകിയ വിശദീകരണം. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ കൂടുതലായി എത്തിയതോടുകൂടി തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, നിർമ്മാണം പ്രവർത്തനം നടന്ന കരാർ കമ്പനി അധികൃതർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ കമ്പി ഇവിടെ നിന്ന് നീക്കാൻ ഒരു ശ്രമം നടത്തി. അത് പിന്നീട് മാധ്യമങ്ങൾ എത്തിയതോടുകൂടി ആ ശ്രമം അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മി പത്മ. എന്തായാലും അത് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ തീർച്ചയായും വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 2 യാത്രക്കാർക്ക് മേലാണ് ഈ രീതിയിൽ ഇരുമ്പ് തൂൺ വീണിരിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ അറിയണം, അവരുടെ വിവരങ്ങൾ അറിയണം, അവരുടെ ഐഡന്റിറ്റി അടക്കം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് അറിയുന്ന മുറയ്ക്ക് അതിലേക്ക് എത്തും. ഉറപ്പായും റെയിൽവേ മറുപടി പറയേണ്ട കാര്യമാണ്. സാധാരണക്കാരുടെ ജീവന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ അവിടെ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.